സത്യത്തിൽ ഈ ദൃശ്യങ്ങളൊന്നും ആരും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകർക്ക് പോലും വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കടമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണെന്നറിയാം. പക്ഷേ മനുഷ്യൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ചെറിയ ചെറിയ കഷണങ്ങളായി ചുരുങ്ങിപ്പോയ ഏറ്റവും ദാരുണമായ ഒരു കാഴ്ച എന്നേ ഇതിനെ പറയാൻ കഴിയൂ. വളരെ സങ്കടകരമാണ്. അതിനെക്കുറിച്ച് പറയുക തന്നെ വയ്യ. എന്താ ചെയ്യുക, ഒരു മനുഷ്യൻ്റെ കിട്ടുന്ന ഭാഗങ്ങൾ, അത് കയ്യോ കാലോ എന്തെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെതാണെന്ന് ഉറപ്പിച്ചാൽ അത് ആ രീതിയിൽ ഒരു മൃതദേഹത്തോട് തന്നെ കാണിക്കുന്ന ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ഭാഗമാണ് ശരീരത്തിൻ്റെതായി കിട്ടുന്നത് എങ്കിലും അതിന് വേണ്ട നൽകാൻ കഴിയുന്ന ഒരു വിടവാങ്ങൽ കൊടുക്കുക എന്നതാണ് ചെയ്യുന്നത്. ഉറ്റവരും ഉടയവരുമില്ലാത്ത മൃതദേഹങ്ങൾ. എന്നാൽ അങ്ങനെയല്ല, ഈ നാടാകെ ഒന്നിച്ചാണ് ഇവരെ യാത്രയാക്കുന്നത്. പുത്തുമലയിൽ 2 മൃതദേഹങ്ങളും 4 ശരീരാവശിഷ്ടങ്ങളും ഇന്ന് സംസ്കരിച്ചു, സർവമത പ്രാർത്ഥനയോടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ കുഴിമാടങ്ങൾക്കരികിലേക്ക് എത്തുമ്പോൾ നാടാകെ വിങ്ങിപ്പൊട്ടി. ആരുടെയൊക്കെയോ ആരെല്ലാമോ ആയിരുന്നവർ വെള്ള പുതച്ച് ഒന്നിച്ചന്ത്യവിശ്രമം കൊള്ളും. ഉരുളെടുത്ത ഭൂമിയിൽ മൃതദേഹങ്ങൾ തേടി ഇന്നും ഹെലികോപ്റ്റർ തിരച്ചിലിനായി പറന്നു. ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ തീരം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വൈകിട്ട് വെളിച്ചം അവസാനിക്കുന്നതുവരെ സമഗ്രമായൊരു തെരച്ചിൽ നടത്താനാണ് ഈ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് നിലമ്പൂർ ഭാഗത്തുനിന്ന് NDRFും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇത് പരിശോധനകൾക്കായിട്ട് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചിരുന്നതിനാൽ കടാവർ ഡോഗുകളും ഇന്ന് പരിശോധനയ്ക്കുണ്ടായിരുന്നു. ചൂരൽമലയിൽ തങ്ങൾ കാലുറപ്പിച്ച് നിന്നിരുന്ന മണ്ണിൽ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു തരിയെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾക്കായും ശരീരങ്ങൾക്കായുമുള്ള പരിശോധന ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇന്നലെ ലഭിച്ച റഡാറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചൂരൽമലയിൽ പരിശോധന. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും കണ്ടെത്താനായില്ല. കാണാതായ 138 പേരുടെ പട്ടിക റവന്യൂ വകുപ്പ് പുറത്തുവിട്ടു. കണക്കിനിയും കൂടും. തദ്ദേശ റവന്യൂ വകുപ്പുകളും എല്ലാം കൂടി ചേർന്ന് 12-അംഗ സംഘം ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും പരിശോധന നടത്തി. എവിടെയൊക്കെ മനുഷ്യന്റെ ജീവസ്പന്ദനമുണ്ടായിരുന്നു എന്ന കണക്ക് തയ്യാറാക്കാനാണ് പരിശോധന. വലിയൊരു കുടക്കയിൽ പോലെ ജീവിച്ചവരാണ് ഞങ്ങള്. എൻ്റെ ഇവിടെ സ്ഥലമുണ്ട്. ഞാനിപ്പം നീലിക്കാപ്പിലാണ് താമസിക്കുന്നത്. എനിക്ക് വീട്ടിലൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മളെ എല്ലാവരും പോയി. അതാ കരഞ്ഞ് കണ്ണീര് പറ്റിയ അവരെ മുഖം നമ്മൾ കണ്ടത്. ആ ബോഡി അവർക്ക് എണീച്ച് നടക്കാനോ പോകാനോ പറ്റില്ല. കാരണം അവശനായൊരു ആളാണ്, ഓർമ്മശക്തിയൊക്കെ നശിച്ച ഒരാളാണ്. ആ സാഹചര്യത്തിലാണ് വെള്ളം വന്നപ്പോൾ ഇവർ 2 പേർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 2 വാതിലും അടഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ആ വീട് അമർന്നു പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി കേന്ദ്ര വനം മന്ത്രിയെ തള്ളിയതിനു പിന്നാലെ പ്രതിപക്ഷവും രംഗത്തെത്തി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം മനുഷ്യവാസം ഉണ്ടാകുന്നത് കൊണ്ടും ഖനനം നടത്തുന്നത് കൊണ്ടും കുടിയേറ്റമുള്ളത് കൊണ്ടുമാണ് എന്നാണ്. കേരളത്തിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുള്ളത് ഇന്നും ഇന്നലെയുമല്ല. സൈന്യം പറയും വരെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനവും മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനങ്ങളും തുടരും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീട് കണ്ടെത്താനും മന്ത്രിസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.